നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം എല്ലാവർക്കും ഉറപ്പു നൽകുന്നതിന് സത്യപ്രതിജ്ഞ എടുത്ത ഒരു സർക്കാർ സംവിധാനം ഈ രീതിയിൽ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട തങ്ങളുടെ സർക്കാരിന്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ മകന് ജോലി കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു വഴിവിട്ട കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ആ ഒരു നിലപാടിന് ചിന്തയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഉദ്യോഗാർത്ഥിയുടെ സാഹചര്യം പരിഗണിക്കുക എന്നൊക്കെയുള്ള വാദങ്ങൾ ഒന്നും നിൽക്കില്ല എന്ന് കോടതി കൃത്യമായി കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയത്. ഈ MLA-യുടെ ഗസറ്റഡ് ഓഫീസറായി വരുമ്പോൾ ഈ തയ്യാറെടുപ്പുകൾ, എഴുത്തുപരീക്ഷ, അഭിമുഖം ഇതിലൂടെയൊക്കെ കടന്നുപോയ ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് MLA-യുടെ മകന് ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇഷ്ടപ്രകാരം ഒരു ജോലി അങ്ങ് താലത്തിൽ വെച്ച് കൊടുക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. അമിതാധികാരത്തിൻ്റെതെന്ന് മാത്രമല്ല, സ്വജനപക്ഷപാതത്തിൻ്റെ, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള അഹന്തയുടെ ഒക്കെ മേലേറ്റ പ്രഹരമായിട്ടാണ് ഞാൻ ഈ സുപ്രീം കോടതി വിധിയെ കാണുന്നത്.